എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്തെടുക്കുന്നു? ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, നമുക്ക് നമ്മുടെ മനസ്സ് തളരുന്ന പല സന്ദർഭങ്ങളുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സ് നമ്മൾ മാനസികമായിട്ട് വളരെയധികം തകർന്നു പോകുന്ന പല സിറ്റുവേഷനിൽ കൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകാറുണ്ട്. ഇനിയിപ്പോൾ ഒരാളെന്നല്ല, എല്ലാവർക്കും പല പല ഘട്ടങ്ങളിലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മനസ്സ് തകർന്നു പോയി ഇനി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടിട്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ചില ആളുകൾക്ക് ചെറിയ ചെറിയ സംഭവങ്ങൾ മതി. ചെറിയ സംഭവങ്ങൾ വന്നാൽ തന്നെ അവർ മാനസികമായിട്ട് വളരെയധികം തകർന്ന് പോകുന്നതാണ്. വളരെയധികം തകരുവർ. പിന്നെ അവർക്ക് എന്തിനാണ് ജീവിക്കുന്നത്, എനിക്കിതിൽ നിന്നൊരു മോചനമില്ല, ഇതാണ് ലോകത്തിൻ്റെ അവസാനം എന്നുള്ളൊരു ചിന്താഗതിയുള്ള കുറേ ആളുകളുണ്ട്. അതായത് മനസ്സ് വളരെയധികം ബലമില്ലാത്തവർ തന്നെ പറയാം, മനസ്സിന് ബലക്കുറവുള്ളവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരാളാണെങ്കിൽ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, അതായത് വലിയ പ്രശ്നം തന്നെയായിരിക്കും, നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. പക്ഷേ അതൊരു ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടമല്ല എന്ന് മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് നമ്മുടെ പ്രശ്നം ഇപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും അതെത്ര നിസ്സാര കാര്യം, പക്ഷേ അങ്ങനെയല്ല. അവരവരുടെ പ്രശ്നം വലുത് തന്നെയാണ്. പക്ഷേ എന്നാലും ആ വലിയ പ്രശ്നത്തിൽ വീണിട്ട് നമ്മൾ അതോടുകൂടി പോവാതെ നശിച്ച് പോവാതെ നമ്മൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കണം. ഇതല്ല ലോകത്തിൻ്റെ അവസാനം, ഇതല്ല നമ്മുടെ ഒരു അവസാനം. ഇനി ഇത് കഴിഞ്ഞു പോവും, ഇത് കഴിഞ്ഞാലും നമുക്ക് ജീവിക്കണം. നമുക്ക് പിന്നെയും കാര്യങ്ങൾ നല്ലത് വരും. പിന്നെ ഇതിപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഒരു മോശമൊരു സിറ്റുവേഷൻ ഉണ്ടായി വെച്ചിട്ട് ഇതല്ല ലോകത്തിൻ്റെ അവസാനം, അയ്യോ കറണ്ട് പോയി എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കൊടുത്ത് നമ്മളതിൽ നിന്ന് മനസ്സിനെ നമ്മൾ മോചിപ്പിക്കണം. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ളൊരു പ്രചോദനമാണത്. മനസ്സിലായി? അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു, ഇതിൽ നിന്ന് ഇനി ഞാൻ കര കയറില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്കിനി ഒരു മോചനം ഇല്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല. എല്ലാവരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക, നിങ്ങളെങ്ങനെയാണ് അതിൽ നിന്ന് മോചനം ചെയ്തത്. ചിലവർ അതോടുകൂടി തന്നെ നശിച്ചു എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി അതപ്പത്തിച്ച് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും ചെന്ന് പെടാൻ പാടില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഒരു ബലം കൊടുക്കണം. നമുക്ക് മറ്റുള്ളവരൊന്നും പറഞ്ഞു തന്നാലൊന്നും അത് ചിലപ്പോൾ ശരിയായിന്ന് വരില്ല. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, എൻ്റെ കാര്യമായാലും നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയണമെന്നും നമ്മുടെ ചുവട്ടിൽ കയറില്ല. നമുക്കപ്പോൾ നമ്മുടെ ദുഃഖമാണ് അല്ലെങ്കിൽ ആ വിഷമാണ്, ആ സിറ്റുവേഷനാണ് ഏറ്റവും വലുത്. അവർക്ക് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ, എനിക്കല്ല ഇപ്പോൾ സംഭവിച്ചത്, പറയണവർക്ക് അതൊക്കെ ഒന്ന് പറയാം എന്നുള്ളൊരു ചുറ്റുപാടാണ്, ഒരു മനസ്സിലൊരു തോന്നലാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അത് അല്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു നിലപാടെടുക്കണം. ഇതൊക്കെ ഒരു ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞു പോകുന്നൊരു ചുറ്റുപാടാണ്. ഇത് സ്ഥിരമായിട്ടുള്ളൊരു ചുറ്റുപാടല്ല. നാളെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറും എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ പോസിറ്റീവ് ചിന്താഗതി ഉള്ളവരെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മൾ കിടക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു പോകും. നമുക്ക് നാളെയും ദിവസങ്ങളുണ്ട്, നല്ല ദിവസങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ നമുക്കിനി വരാൻ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? നമുക്ക് മനസ്സിന് നല്ല ധൈര്യം കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇപ്പോൾ അതോടുകൂടി തകർന്ന് തരിപ്പണമാവും എന്ന് വിചാരിക്കുന്നവർക്ക് വേണം നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനായിട്ട്. അതിന് നമുക്ക് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിനൊരു ധൈര്യം കൊടുത്ത് വേണം. ചിലവർക്ക് നിസ്സാര കാര്യങ്ങൾക്ക് വരെ വളരെയധികം ഒരു വീക്കായി തകർന്നു പോകുന്ന ഒരേ കാലഘട്ടമാണ്. ആളുകൾക്കൊന്നും
പഴയ ആളുകളുടെ പോലെ അത്ര ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പല പല സിറ്റുവേഷനുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ എങ്ങനെയാണ് പഴയ രീതിയിലേക്ക് വരികയെന്ന് അറിയാത്ത ആളുകളുണ്ട്. അതായത് അവർക്ക് അനുഭവങ്ങൾ കുറവായതുകൊണ്ടാണ്. പഴയ ആളുകൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങളുണ്ടാവും, ജീവിതാനുഭവങ്ങളുണ്ടാവും, പലരുടെ അനുഭവങ്ങൾ അവർക്ക് കണ്ടിട്ടുള്ളൊരു പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ പുതിയ തലമുറയ്ക്ക് അതൊന്നും ഉണ്ടാവില്ല. അതായത് അവർക്ക് അങ്ങനെ പലരുടെ അനുഭവങ്ങൾ കണ്ടിട്ടോ അങ്ങനെയൊന്നും കാണാനോ ഇതിനൊന്നും അവർക്ക് സമയവും ഇല്ല, സൗകര്യവും ഇല്ല. പെട്ടെന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ അവർ വിചാരിക്കുകയാണ് കഴിഞ്ഞു, ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു. അങ്ങനെയല്ല, ഇതൊക്കെ കഴിഞ്ഞു വെച്ചാലും നമുക്ക് വീണ്ടും ഒരു ഉദയം ഉണ്ട് എന്ന് നമ്മൾ എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മനസ്സിന് അതിനനുസരിച്ചുള്ള ധൈര്യം കൊടുത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു അസുഖം തന്നെ വന്നാൽ, ഇപ്പോൾ ഒരു അസുഖം വന്നു, കുറച്ച് നാളൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ വലിയൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനെ വളരെയധികം നമ്മുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖത്തിൽ നിന്ന് കരകയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ സുഖം നമുക്ക് ഇതൊന്നും സാരമില്ല, നമുക്കിതൊക്കെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇതിനൊക്കെ നമ്മൾ കടത്തി വെട്ടും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കടന്നു ജീവിക്കും നമ്മൾ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഈ അസുഖത്തിനെതിരെ പടവെട്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ ജീവിച്ച് നോക്കി നോക്കുമ്പോൾ നമ്മുടെ അസുഖം നമുക്ക് പരമാവധി നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ പിടിക്കും, അതിനനുസരിച്ച് മരുന്നും പ്രവർത്തിക്കും. നമുക്ക് ആ അസുഖം നമ്മളിൽ നിന്ന് വേഗം തന്നെ വിട്ടുപോകുന്നത് കാണാം. എന്നാൽ ഈ അസുഖം വന്നു, ഇനി ഇത് ഞാൻ മരിക്കുമോ അല്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റുമോ, പഴയ പോലെ എനിക്ക് ആവാൻ പറ്റുമോ, എനിക്കിങ്ങനെ ആവാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണത് എന്നൊക്കെയുള്ള നമ്മളൊരു ചിന്താഗതി, നെഗറ്റീവ് ചിന്താഗതി മനസ്സിൽ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എത്ര മോഡേൺ മരുന്ന് കഴിച്ചാലും അവരുടെ റിക്കവറി എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ ഇതായി വരാനായിട്ട് അവർക്ക് കുറേ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ചിന്താഗതിയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ അസുഖം നമ്മളിൽ നിന്നൊക്കെ, അസുഖത്തിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് വരും എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളവർക്ക് അതിൽ നിന്ന് നമുക്ക് എത്രയും വേഗം പുറത്ത് കിടക്കാനായിട്ട് സാധിക്കും. അല്ല ഇതിങ്ങനെ വന്നു പറഞ്ഞിട്ട് അവിടെ തൂങ്ങി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ അതിൽ നമുക്കൊരു മോചനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് കുറച്ച് സാഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുടഞ്ഞ് എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ നമ്മളൊന്ന് അപ്സെറ്റ് ആവും, നമ്മളൊന്ന് ധരിച്ചിരിക്കും, എന്താ ഇങ്ങനെ ആയതിനനുസരിച്ച് നമുക്ക് കുറച്ച് നേരം അത് മനുഷ്യരല്ലാതെ ഉണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ പ്രവർത്തിക്കുക, നമുക്ക് എന്താണോ അതിനെതിരെ ചെയ്യാൻ പറ്റിയത് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് വേഗം തന്നെ ഒരു മോചനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം നിങ്ങൾക്ക് പറ്റിയതെന്ന് പറയൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റിലൂടെ നിങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചുറ്റുപാടുകളൊക്കെ വരും തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അല്ലാതെ നമുക്കിങ്ങനെ നമ്മളെ മാനുഷികരാണ്, നമുക്കൊന്നും അങ്ങനത്തെ അസുഖങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചുറ്റുപാടുകളോ അല്ലെങ്കിൽ ഏത് കാര്യം കൊണ്ടായാലും പെട്ടെന്ന് നമ്മളിങ്ങനെ വളരെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ജീവിതം പെട്ടെന്ന് കലങ്ങി മറിയാനൊന്നും അധികം സമയം വേണ്ട. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ വളരെ വേഗം മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെയുള്ളൊരു ഇതിൽ നിന്ന് ആ കടമ്പയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കടക്കണം. അത് നമുക്ക് വളരെയധികം വിശ്വാസം കൂട്ടുന്നൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വന്നാലും നമുക്ക് ഇതിലും വലിയ അനുഭവം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ നിന്നൊക്കെ ഞാൻ കൂളായിട്ട് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അടുത്തൊരു അനുഭവം വരികയാണെങ്കിലും നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ ഒരെണ്ണത്തിൽ നമ്മൾ കരകയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ഇതിനൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു കഴിവുണ്ടായിരിക്കും. എനിക്ക് അതിനൊക്കെയുള്ളൊരു കഴിവുണ്ട് എന്നുള്ളൊരു ചിന്താഗതി നമ്മൾക്ക് എപ്പോഴും വേണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴേക്കും പേടിച്ച് വിറച്ച് വിഷമിച്ച് നമ്മളെല്ലാം കഴിഞ്ഞു പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് കേട്ട് ഇതിനനുസരിച്ചൊന്ന് മനസ്സിനെ പാകപ്പെടുത്തി നോക്കൂ. മനസ്സ് നമ്മൾ കൈ വിട്ട് കളയരുത്. നമ്മുടെ കയ്യിനുള്ളിൽ മുറുക്കെ പിടിച്ചിട്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ.
നമ്മൾ ആത്മവിശ്വാസം തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞു, പിന്നെ നമുക്ക് ജീവിക്കേണ്ട കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും പോസിറ്റീവ് എനർജിയോട് കൂടിയും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കേ, ബൈ.